പരലോകത്ത് വെച്ച് നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നടക്കുമെന്ന് പടച്ചവൻ പറഞ്ഞ 5 സംഭാഷണങ്ങൾ, വളരെ സുപ്രധാനമായ 5ഓളം തർക്കങ്ങളും വിതർക്കങ്ങളുമാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതിലൊന്നാമത്തത് നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ഒരു തർക്കമാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനം എടുത്തു നോക്കിയാലും ഏത് മതസംഘടനകൾ എടുത്തു നോക്കിയാലും അതിന്റെ എല്ലാം നിലനിൽപ്പ് എന്ന് പറയുന്നത് നേതാക്കന്മാരും അനുയായികളും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ നാട്ടിൽ നിത്യ വാർത്തയാണെന്ത്? രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ഇന്ന പാർട്ടി ഒരു അംഗത്തെ കൊന്നു, ആ പാർട്ടിയുടെ അംഗം തിരിച്ചു കൊന്നു. ഇങ്ങനെ കൊലപാതക പരമ്പരകൾ. ഒരാളെ കൊല്ല, തിരിച്ചു കൊല്ല, വീട്ടിൽ കയറി കൊല്ല, സ്കൂളിൽ കയറി കൊല്ല, ജോലി സ്ഥലത്ത് പോയി കൊല്ല. ഇതൊക്കെ ഒരു സാർവത്രികമായി നടക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് ഒരു രാഷ്ട്രീയ സംഘടനയുടെ നേതാവ് കൊല്ലപ്പെട്ടു എന്ന് വാർത്തകൾ കേൾക്കുക. അത് നേതാക്കന്മാരെപ്പോഴും മുഴുവൻ ബ്ലാക്ക് കാറ്റ്സുമായിട്ടും വലിയ സെക്യൂരിറ്റി പ്രിഫറൻസും കൊണ്ട് നടക്കുന്നതുകൊണ്ടൊന്നല്ല, അവർ കൊല്ലപ്പെടാറില്ല. കാരണം ഏത് രാഷ്ട്രീയ സംഘടനകളുടെയും തലപ്പത്തുള്ള നേതാക്കന്മാർ തമ്മിൽ നല്ല ടെൻഷനായിരിക്കും. രാഷ്ട്രീയ മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി അവർ മത്സരിക്കുമ്പോൾ അവർ തമ്മിലടിപ്പിക്കുക പാവകളായ ഇവരുടെ ചരടിന്റെ അറ്റത്ത് നിന്ന് നെയൽ നാടകം കളിക്കുന്ന അവരുടെ അനുയായികളെയാണ് തമ്മിലടിപ്പിക്കുക. അനുയായികളെ കൊല്ലുക, പ്രശ്നം ഉണ്ടാക്കുക, തല്ലുകൂടുക, ഹോസ്പിറ്റലിൽ കിടക്കുക, ധനനഷ്ടം ഉണ്ടാവുക, ആൾ നഷ്ടം ഉണ്ടാവുക, അവരുടെ കുടുംബത്തിന് നഷ്ടം ഉണ്ടാവുക. ഇതെല്ലാം അന്ധമായ നേതാക്കന്മാരോടുള്ള പ്രേമം കൊണ്ട്, അന്ധമായ നേതാക്കന്മാരുള്ള സ്നേഹം കൊണ്ട് സംഭവിക്കുന്നതാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ചില സംഘടനകളുടെയൊക്കെ, ചില രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ വലിയ സമ്മേളനങ്ങളിൽ ചില നേതാക്കന്മാർ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആരവത്തോടെയാണ് ആളുകൾ സ്വീകരിക്കുന്നത്. അവർ പറഞ്ഞാൽ എന്തും ചെയ്യാൻ അനുയായികൾ തയ്യാറാണ്. അതിപ്പോ മതസംഘടനയുടെ കാര്യത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയും മതസംഘടന ഖുർആന്റെയും ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനൊന്നും അല്ല. മിക്കപ്പോഴും എന്റെ നേതാവ് എന്താണോ ചെയ്യുന്നത് അതാണ് എന്റെ ശരി. അതിനനുസരിച്ച് ഖുർആൻ ഹദീസിനെ വ്യാഖ്യാനിക്കാണ് ചെയ്യുക. ചെരുപ്പനുസരിച്ച് കാല് മുറിക്കുക എന്നൊക്കെ നമ്മൾ പറയില്ല. അതുപോലെ എന്റെ നേതൃത്വം എന്താണോ ചെയ്യുന്നത് അതിനനുസരിച്ച് ഞാൻ ഖുർആനെയും ഹദീസിനെയും വ്യാഖ്യാനിക്കുക എന്നതാണ് നമ്മുടെ നാട്ടിലുള്ള മതസംഘടനകളുടെയും രീതി എന്നതാണ് സത്യം. നേതാക്കന്മാർക്ക് വേണ്ടി എന്തും ചെയ്യാൻ വിധേയമായി കൊടുക്കുന്ന അനുയായികളാൽ നിറഞ്ഞിരിക്കുന്ന ഈ ലോകം. എന്റെ ഉസ്താദ് നരകത്തിൽ പോണേ ഞാനും പോയിക്കോട്ടെ, എനിക്ക് എന്താണെന്ന് ചോദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്റെ ഉസ്താദ് നരകത്തിൽ ഞാനും പോയിക്കോട്ടോ, ഞാൻ നിന്റെ വരുന്നില്ല, നിന്റെ സ്വർഗത്തിൽ വേണ്ട, എന്റെ ഉസ്താദ് നരകത്തിലാണോ, ഞാനും നരകത്തിൽ തന്നെ എന്ന് പറയുന്ന എത്ര ആളുകളുണ്ട്. ഈ പറയുന്ന നേതൃത്വവും അനുയായികളും തമ്മിലുള്ള ബന്ധമൊക്കെ മരണം വരെ മാത്രമേ ഉള്ളൂ കേട്ടോ. അത് നമ്മൾ മനസ്സിലാക്കണം. റൂഹ് തൊണ്ടക്കുള്ളിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു നേതാവില്ല, പിന്നെ ഒരു അനുയായില്ല. പിന്നെ എവിടെയാണ് ഈ നേതാക്കന്മാരെ അനുയായികൾ നമ്മൾ കാണാം? പരലോകത്ത് മാശറയിൽ പടച്ചോന്റെ മുന്നിൽ വെച്ചാണ്, അള്ളാന്റെ മുന്നിൽ വെച്ചാണ്. അള്ളാന്റെ മുന്നിൽ വെച്ച് ഈ അനുയായികൾ എന്താ പറയാ? ഓ, എന്റെ ഉസ്താദ് നരകത്തിൽ പോണെങ്കിൽ ഞാനും പോവാ, പ്രശ്നമില്ല എന്ന് പറയോ? അവിടെ അങ്ങനെ ഒരു അനുയായിയെ കാണാൻ കഴിയില്ല. എന്റെ അനുയായികള് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ മുഴുവൻ ഞാൻ ഏറ്റെടുക്കണമെന്ന് പറയുന്ന നേതാവിനെ അവിടെ കാണാൻ കഴിയില്ല. പിന്നെ അവിടെ എന്താണ് കാണാൻ കഴിയുക? പടച്ചറപ്പ് പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അവിടെ എങ്ങനെയാണ് ഈ വക ആളുകളെ കാണാൻ കഴിയുക. അല്ലാഹു പറയാൻ وتقطعت بهم الأسباب. അതാ അനുയായികളോട്, നേതാക്കന്മാർ അനുയായികളോട് പറയുകയാണ്, ഞങ്ങൾക്ക് നിങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് വേണ്ടി സിന്ദാബാദ് വിളിച്ച, അവർക്ക് വേണ്ടി ജീവൻ പണയം വെക്കാൻ തയ്യാറായ, അവർക്ക് വേണ്ടി ധനം കൊണ്ടും ശരീരം കൊണ്ടും രാപ്പകലില്ലാതെ അധ്വാനിച്ച സമൂഹമധ്യത്തെ അവരുടെ എല്ലാ കൊള്ളരുതായവകൾക്കും ചൂട്ടുപിടിച്ച ഈ അനുയായികളോട് നേതാക്കന്മാരെന്ന് പറയുകയാണ്, ഞങ്ങളും നിങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങളുടെ കുറ്റങ്ങൾക്ക്, നിങ്ങളുടെ കർമ്മങ്ങൾക്ക് ഞങ്ങൾ ഒരിക്കലും തന്നെ ഉത്തരവാദികളല്ല. من الذين اتبعوا ورأوا العذاب وتقطعت بهم الأسباب.
അവിടെ നേതാക്കന്മാരും അനുയായികളും നേതാവ് അനുയായി എന്ന ബന്ധം അവിടെ മുറിഞ്ഞു പോകുകയാണ്. കാരണം ആർക്കും സഹിക്കാൻ കഴിയാത്ത, താങ്ങാൻ കഴിയാത്ത, ആഴ്ച കൊണ്ടുപോലും നേരിടാൻ കഴിയാത്ത അല്ലാഹുവിന്റെ അദാബിനെ അവരതാ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ദർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഈ നേതൃത്വത്തെ മുഴുവൻ അനുയായികളെ തള്ളിപ്പറയാൻ തുടങ്ങുന്നു. അനുയായികളെ കുറിച്ച് നേതൃത്വവും തള്ളിപ്പറയാൻ തുടങ്ങുന്നു. എല്ലാ കാരണങ്ങളും എല്ലാ ബന്ധങ്ങളും അവിടെ മുറിഞ്ഞു പോകുകയാണ്. അന്ന് പിൻപറ്റിയ അനുയായികൾ പറയുന്നതാണ്, ലൗ അന്ന ലനാ കറതൻ ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. പടച്ചോനെ, ഞങ്ങൾക്കൊരു മടക്കമുണ്ടായിരുന്നെങ്കിൽ, ഞങ്ങൾക്കൊരു വട്ടം കൂടി ദുനിയാവിലേക്ക് തിരിച്ചു പോകാൻ ഒരു അവസരം നീ തന്നാൽ, ഫനതബറഅ മിൻഹും കമാ തബറഉ മിന്നാ. ഈ വിവരദോഷികളായ, ഈ ധിക്കാരികളായ, കപടന്മാരായ ഈ നേതാക്കന്മാരെ എപ്രകാരം ഇവിടെ അവരെ ഞങ്ങളെ കൊയ്യൊഴിഞ്ഞുവോ, അതുപോലെ ദുനിയാവിൽ വെച്ച് അവരെ ഞങ്ങൾ കൈയൊഴിഞ്ഞ് കാണിച്ചു തരാം റബ്ബേ. അവരെ ഞങ്ങൾ ഈ ഒരു കാര്യത്തിലും മറ്റ് ചെയ്യാതെ കാണിച്ചു തരാം. കദാലിക യുരീഹിമുല്ലാഹു അഅമാലഹും ഹസറാത്തിൻ അലൈഹിം വമാ ഹും ബിഖാരിജീന മിനന്നാർ. അപ്രകാരമാണ് നേതാക്കന്മാർക്കും അനുയായികൾക്കും അവരുടെ കർമ്മങ്ങൾ നഷ്ടത്തിലായിക്കൊണ്ട് പടച്ചവനതാ കാണിച്ചു കൊടുക്കുകയാണ്. വമാ ഹും ബിഖാരിജീന മിനന്നാർ. ഒരിക്കലും നരകത്തിൽ നിന്ന് പുറത്തേക്ക് കിടക്കാൻ അവരെ കൊണ്ട് സാധ്യമല്ല. മഹ്ശറിൽ നടക്കുന്ന ഒരു സംഭാഷണമാണത്. അനുയായികളും നേതാക്കന്മാരും തമ്മിൽ പൊരിഞ്ഞ യുദ്ധം, പൊരിഞ്ഞ സംവാദം. അവസാനം പടച്ചോൻ പറയും, ആരും ആരെന്ന് കുറ്റം പറയണ്ട, എല്ലാവർക്കും ഉള്ളത് എല്ലാവർക്കും ഉണ്ട് എന്ന് പടച്ചോൻ പറഞ്ഞിട്ട് അവരുടെ നരകത്തിലേക്ക് പറഞ്ഞു വിടുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേതൃത്വത്തിലോ ഈ അനുയായ വൃന്ദത്തിലോ പെടാതെ നമ്മേവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ നടക്കാൻ പോകുന്ന ഒരു സംഭാഷണമാണ് മുൻഗാമികളും പിൻഗാമികളും തമ്മിലുള്ള സംഭാഷണം. ചില ആളുകൾക്ക് മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ അന്ധമായ ഒരു പ്രണയമാണ്. മുൻഗാമികൾ എന്ത് ചെയ്തോ അതന്നെ അവർക്ക് ദീന്. വേറെ ഖുർആൻ ഹദീസൊന്നും അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവരെന്താ ചോദിക്കാം, എന്റെ ഉപ്പാപ്പ നരകത്തില, അപ്പൊ എന്റെ ഉമ്മാമ നരകത്തില, നിന്റെ ഉപ്പ നരകത്തില, നിന്റെ ഉപ്പ പള്ളി പ്രസിഡന്റായിരുന്നില്ലേ, നിന്റെ ഉപ്പ മൗലികയായിരുന്നല്ലോ, രാത്രി വൈദ്യുതിക്കായിരുന്നല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അപ്പൊ അവരൊക്കെ നരകത്തില, എന്നാ ഞാനും നരകത്തിൽ പോയിക്കോട്ടെ, അവരെന്താ നരകം എനിക്ക് മതി എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ട് അല്ലാഹു പറയാണ്, വഇദാ ഖീല ലഹും തബിഉ മാ അൻസലല്ലാഹ്. അവരോട് പറയപ്പെട്ടാൽ, എന്ത് പറയപ്പെട്ടാൽ, ഇത്തബിഉ മാ അൻസലല്ലാഹ്, അല്ലാഹു അവതരിപ്പിച്ചതിനെ നിങ്ങൾ പിൻപറ്റുക. അവരോട് പറയപ്പെട്ടാൽ എന്താണ് അല്ലാഹു അവതരിപ്പിച്ചത്? പരിശുദ്ധ ഖുർആനാണ്, ഹദീസാണ്. ഈ രണ്ട് കാര്യങ്ങളും അവരോട് പറയപ്പെട്ടാൽ അവരെന്താണ് പറയുക? ഖാലു, അവർ പറയുകയാണ്, ബൽ നത്തബിഉ മാ അൽഫൈനാ അലൈഹി ആബാനാ അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവർ പറയുകയാണ്, പക്ഷേ ഞങ്ങളുടെ ബാപ്പമാർ ചെയ്യുന്നത്, ഞങ്ങളുടെ ഉപ്പാപ്പമാർ ചെയ്യുന്നത് ഞങ്ങൾ എന്താണോ കണ്ടത് അതല്ലാതെ ഞങ്ങൾ ചെയ്യുകയില്ല. അവർ സഞ്ചരിച്ച വഴിയിലൂടെയില്ലാതെ ഞങ്ങൾ സഞ്ചരിക്കുകയില്ല. അവര് ജാറത്തിൽ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളും ജാറത്തിൽ പോകും. അവർ പടച്ചോറയില്ലാതെ മറ്റാരെങ്കിലും വിളിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് തന്നെ ചെയ്യും. അവർ ദീനിലില്ലാത്ത പലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളും അത് തന്നെ പ്രവർത്തിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അവലോ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. ഇനി അവരുടെ പിതാവ് ഒരു വിവരം, ഇനി അവരുടെ പിതാക്കളും ഉപ്പാപ്പമാരും ഒരു വിവരവും ഇല്ലാത്ത ആളുകളായിരുന്നെങ്കിലോ, അവർ നിർമാർഗം പ്രാപിക്കാത്ത ആളുകളായിരുന്നെങ്കിലോ, ഇതൊന്നും അവരുടെ മുന്നിൽ ഒരു പ്രശ്നമല്ല. എന്റെ ഉപ്പാപ്പ ചെയ്തതേ ഞാൻ ചെയ്യൂ, എന്റെ ബാപ്പ ചെയ്തതേ ഞാൻ ചെയ്യൂ, എന്റെ മുൻഗാമികൾ ചെയ്തതേ ഞാൻ ചെയ്യുമെന്ന് വാശി പിടിക്കുന്നവരാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റിലും കൂടിയിരുന്ന ഇവിടുത്തെ അസ്ഹാബുകളെങ്ങാനും ഇത്തരത്തിൽ വാശി പിടിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അബൂബക്കർ സിദ്ദീഖ് പറയുകയാണ്, എന്റെ ഉപ്പാപ്പ ചെയ്തതേ ഞാൻ ചെയ്യുകയുള്ളൂ,
ഉമറുൽ ഫാറൂഖ് പറയുകയാണ്, എന്റെ വലിയപ്പമാര് ചെയ്ത വഴിയിലൂടെ മാത്രമേ ഞാൻ സഞ്ചരിക്കൂ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അബൂജഹലിനെയും ഉത്ബത്തിനെയും ഷൈബത്തിനെയും വലീദും എണ്ണി പറയുന്ന അതേ പട്ടികയിലായിരിക്കും മഹാന്മാരായ ഖുലഫാഉ റാഷിദീകളെയും എണ്ണി പറയുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അവരാക്കിയത് എന്താണ്? അല്ലാഹു ഖുർആൻ അവതരിപ്പിച്ചപ്പോ, സത്യത്തിന്റെ അവതരണം ഉണ്ടായപ്പോ അസത്യം വലിച്ചെറിഞ്ഞ് ബാത്തിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് ഹഖിന്റെ മാർഗത്തിലേക്ക് യാതൊരു മടിയുമില്ലാതെ കടന്നു വന്ന ആ സത്യത്തെ പുൽകി ആ സത്യത്തിന്റെ ജീവശികളായി മാറി ലോകത്തിന്റെ ദിക്കുകളിലേക്കും ആ സത്യത്തിന്റെ വാഹകനായി സഞ്ചരിച്ചുകൊണ്ട് ലോകം മുഴുവൻ ഇസ്ലാമിന്റെ വെളിച്ചം വിതറിയ ആ അസ്ഹാബുകളുണ്ടല്ലോ, ആ അസ്ഹാബുകൾ തങ്ങളുടെ മുൻഗാമികളുടെ പാതയിലൂടെയായിരുന്നില്ല സഞ്ചരിച്ചിരുന്നത്, മറിച്ച് അല്ലാഹുവിൽ നിന്ന് സത്യമുണ്ടായപ്പോൾ ആ സത്യത്തെ പിടിക്കുകയാണ് ചെയ്തത്. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള ചില ആളുകൾ പറയുകയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ പിതാക്കന്മാരുടെ പാഠമതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഉപ്പാപ്പമാരുടെ പാഠമതി. ഇങ്ങനെയുള്ള ആളുകൾ നാളെ പരലോകത്ത് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന സമയത്ത് അവർ തമ്മിൽ നടക്കുന്ന ഒരു സംഭാഷണമുണ്ട്. ആ സംഭാഷണത്തെ കുറിച്ച് പഠിച്ചത് പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു തരികയാണ്. قد خلت من قبلكم من الجن والإنس في النار كلما دخلت أمة لعنت أختها. നരകത്തിലേക്ക് എറിയപ്പെടുന്ന ഓരോ നരകവാസികളുടെ കൂട്ടവും ആ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അതിന്റെ തൊട്ടു മുമ്പുള്ള സമുദായത്തെ, അതിന്റെ തൊട്ടു മുമ്പുള്ള മുൻഗാമികളെ അതാ പഴിക്കുകയാണ്, ശപിക്കുകയാണ്. ഏതുവരെ? എന്നിട്ട് അനുയായികളും മുൻഗാമികളും പിൻഗാമികളും മുഴുവൻ നരകത്തിലതാ ഒരുമിച്ച് കൂടുന്നു. എല്ലാവരും നരകത്തിലുണ്ട്, മുൻഗാമികളുണ്ട്, പിൻഗാമികളുണ്ട്, സകല തലമുറക്കാരുമുണ്ട്. പിൻഗാമികളതാ മുൻഗാമികളെ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, ഇവരാണ് ഞങ്ങളെ വഴിവഴിപ്പിച്ചത്. അതുകൊണ്ട് ഈ വിവരദോഷങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് ഇരട്ടി ശിക്ഷ നൽകണമേ റബ്ബേ. ഇവരുടെ പാത സ്വീകരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, ഇവരെ പിൻപറ്റിയത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത് റബ്ബേ. അതുകൊണ്ട് ഇവർക്ക് ഇരട്ടി ശിക്ഷ നൽകണമേ റബ്ബേ എന്ന പിൻഗാമികളെ മുൻഗാമികളെ കുറിച്ച് പറയുകയാണ്. അവിടെ അല്ലാഹുവിന്റെ മറുപടി എന്താണ്? വല്ലാത്തൊരു മറുപടിയാണ്. പടച്ചിറപ്പിന്റെ മറുപടി അല്ലാഹു പറയുകയാണ്, നിങ്ങളാരും വർത്താനം പറയേണ്ടതില്ല, എല്ലാവർക്കും ഇരട്ടി ശിക്ഷ തന്നെയാണ് ഇവിടെ കാത്തിരിക്കുന്നത്, എല്ലാവരെയും കാത്തിരിക്കുന്നത്. അവിടെ അതാ മുൻഗാമികൾ പ്രതികരിക്കുകയാണ്. മുൻഗാമികൾ പിൻഗാമികളോട് പറയുകയാണ്, മിണ്ടരുത് നിങ്ങൾ, ഞങ്ങളെക്കാൾ എന്ത് മഹത്വമാണ് നിങ്ങൾക്കുള്ളത്, ഞങ്ങളെക്കാൾ എന്ത് പ്രത്യേകതയാണ് നിങ്ങൾക്കുള്ളത്. അവനാൻ പ്രവർത്തിച്ചതിന്റെ ശിക്ഷ അവനവൻ തന്നെ മിണ്ടാതെ കിടന്ന് അനുഭവിച്ചുകൊള്ളുക. ആലോചിച്ചാൽ എന്റെ നിങ്ങൾ പ്രിയപ്പെട്ടവരെ, പിൻഗാമികളും മുൻഗാമികളോട് പറയാണ്, ഇവന്മാരുടെ പാത സ്വീകരിച്ചിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്, അതുകൊണ്ട് അവർക്ക് ഇരട്ടി ശിക്ഷ കൊടുക്കണം. അപ്പൊ മുൻഗാമികളോട് പറയാണ്, മിണ്ടരുത്, നിങ്ങൾക്കൊരു പ്രത്യേകത ഇവിടെയില്ല, ഒരു പ്രത്യേകത നിങ്ങൾക്കില്ല, ഞങ്ങളെപ്പോലെ തന്നെ നിങ്ങളും. അതുകൊണ്ട് അവനാൻ പ്രവർത്തിച്ച ശിക്ഷ അവനാൻ തന്നെ നല്ല രീതിയിൽ ഏറ്റെടുത്ത് അനുഭവിച്ചു കൊള്ളുക എന്ന് ആര് പറഞ്ഞു കൊടുക്കുന്നതാണ്? മുൻഗാമികൾ പിൻഗാമികളോട് പറഞ്ഞു കൊടുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പ്രിയപ്പെട്ടവരെ, മാശറയിൽ വെച്ച് വേറൊരു സംഭാഷണത്തെ കുറിച്ച് സൂറത്തുൽ മാഇദയുടെ അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അതായത് തമ്മിലുള്ള സംഭാഷണമാണ്. ലോകത്ത് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ശിർക്ക് ചെയ്യുന്നത് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരിലാണ്. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമും അല്ലാഹുവും തമ്മിൽ നാളെ പരലോകത്ത് വെച്ച് ഒരു സംഭാഷണം നടക്കാനുണ്ട്. ആ സംഭാഷണം എങ്ങനെയാണ്? അല്ലാഹു ഖുർആനിൽ വിവരിക്കണം. അല്ലാഹു പറയാണ്, വഇദ് ഖാല അല്ലാഹു യാ ഈസാ ഇബ്നു മറിയം, അല്ലാഹു പറയുകയാണ്, അല്ലയോ ഈസാ, ഈസാ നബിയെ വിളിക്കാണ്. മഅ്ശറയിൽ വെച്ച് പടച്ചോൻ ഈസാ നബിയെ വിളിക്കുന്നു, യാ ഈസാ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ, അഅൻത ഖുൽത ലിന്നാസ്, നീ ജനങ്ങളോട് പറഞ്ഞിരുന്നു, ഇത്തഖിദൂനി വ ഉമ്മി ഇലാഹൈനി മിൻ ദൂനില്ലാഹ്,
അറിയിക്കാൻ നീ ജനങ്ങളോട് പറഞ്ഞിരുന്നുവെന്ന് അല്ലാഹു ഈസാ നബിയോട് ചോദിക്കുകയാണ്. അവിടെ ഈസാ നബിയുടെ മറുപടി എന്താണ്? ഭയഭക്തി ബഹുമാനാദരവുകളോടുകൂടി ഈസാ നബി അല്ലാഹുവിനോട് പ്രതികരിക്കുകയാണ്. ഖാല സുബ്ഹാനക, അല്ലാഹുവേ നീ പരിശുദ്ധനാണ്, അല്ലാഹുവേ നീ എത്രയോ പരിശുദ്ധനാണ്. മാ യകൂനു ലീ അൻ അഖൂല മാ ലൈസ ലീ ബിഹഖ്, ഇല്ലാത്തൊരു കാര്യം എന്റെ പേരിൽ ഞാൻ എങ്ങനെയാണ് പറയുക റബ്ബേ? എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഞാനെങ്ങാനും അത് പറഞ്ഞിരുന്നെങ്കിൽ പടച്ചോനെ അത് വ്യക്തമായി നീ അറിയുമായിരുന്നു, നീ അത് കേൾക്കുമായിരുന്നു. എന്റെ ഉള്ളിലുള്ളതെല്ലാം റബ്ബേ നീ അറിയുന്നു. നിന്നിൽ എന്താണുള്ളതെന്ന് പടച്ച റബ്ബേ ഞാൻ ഒരിക്കലും അറിയുന്നില്ല. ഇന്നക അൻതൽ അല്ലാമുൽ ഗുയൂബ്, ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്, നിശ്ചയം നിഗൂഢതകളെല്ലാം അറിയുന്നവൻ നീ മാത്രമാണ്. എന്നിട്ട് ഈസാ നബി പറയുകയാണ്, മാ ഖുൽതു ലഹും, ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇല്ലാ മാ അമർതനീ ബിഹി, നീ എന്നോട് പറയാൻ കൽപ്പിച്ചതല്ലാതെ ഞാൻ അവരോട് വേറൊന്നും തന്നെ പറഞ്ഞിട്ടില്ല റബ്ബേ. എന്താണ് നീ എന്നോട് പറയാൻ കൽപ്പിച്ചത്? അനിഅബ്ദുല്ലാഹ റബ്ബീ വറബ്ബകും, എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണേ എന്ന് നീ എന്നോട് പറയാൻ കൽപ്പിച്ച സന്ദേശം മാത്രമാണ് പടച്ചോനെ ഞാൻ അവരോട് പറഞ്ഞത്. ഞാൻ അവരിൽ ഉണ്ടായിരുന്നപ്പോഴെല്ലാം അവർ ചെയ്തതിനെ കുറിച്ച് ഞാൻ സാക്ഷിയായിരുന്നു. നീ എന്നെ ഏറ്റെടുത്തപ്പോ അവരുടെ കാര്യങ്ങൾ സൂക്ഷ്മമായി അറിയുന്നവൻ നീ മാത്രമാണ് റബ്ബേ. നീ എല്ലാത്തിനും മുകളിലും സാക്ഷിയാണ്. നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ പടച്ചോനെ അവര് നിന്റെ അടിമകൾ മാത്രമാണ്. ആ ശിക്ഷ നിന്നിൽ നിന്ന് തടുക്കാൻ ആർക്കും തന്നെ സാധ്യമല്ല. നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിൽ നീ അങ്ങേറ്റം പ്രതാപിയും ബുദ്ധിമാനുമാകുന്നു. ഈസാ മറുപടി നോക്ക് നിങ്ങൾ. താണ് കേണ് പടച്ച റബ്ബിന്റെ മുന്നിൽ എല്ലാം സമർപ്പിച്ച് ഈസാ നബി പറയാണ്, റബ്ബേ പരിശുദ്ധനാണ് നീ നാഥ, എന്നോട് പറയാൻ പറഞ്ഞതല്ലാതെ ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിരുന്നെങ്കിൽ നീ അറിയുമായിരുന്നു റബ്ബേ. അതുകൊണ്ട് അവരെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുക എന്നത് നിന്റെ മാത്രം അധികാരത്തിൽപ്പെട്ടതാണ് എന്ന് ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം നമ്മുടെ നിസ്കാരത്തിൽ കൈകെട്ടി പോകുന്നില്ലേ? മാലിക് യൗമിദ്ദീൻ, ആ ദിവസത്തിന്റെ സർവാധികാരി. ഈ ആയത്തിൽ ആ സർവാധികാരം നമുക്ക് കാണാൻ കഴിയും. ലോകത്ത് മഹാഭൂരിപക്ഷം ആളുകളും തങ്ങളുടെ രക്ഷകനായി വിളിച്ചു പുലർത്തുന്ന ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ വെച്ച് പറയുകയാണ്, പടച്ചവനെ ശിക്ഷിക്കുകയോ രക്ഷിക്കുകയോ ചെയ്യുന്നത് നിന്റെ അധികാരത്തിൽപ്പെട്ടതാണ്, എനിക്കൊന്നും തന്നെ ചെയ്യാനില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, നാലാമത്തെ സംഭാഷണം കൂട്ടുകാർ തമ്മിൽ നരകത്തിൽ വെച്ച് നടത്തുന്ന ഒരു സംഭാഷണം. നരകത്തിൽ രണ്ട് ചങ്ങാതിമാരെ നമ്മൾ കാണും, രണ്ട് ഫ്രണ്ട്സ് നമ്മൾ കാണും. ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയെ കുറിച്ച് പറയും, യാ വൈലതാ ലൈതനി ലം അത്തഖിദു ഫുലാനൻ ഖലീല ലഖദ അദല്ലനി അൻ ദിക്രി ബഅദ ഇദ് ജാഅനി. അല്ലാഹു എന്റെ നാശം, എന്റെ നാശം. ലം അത്തഖിദു ഫുലാനൻ ഖലീല, ഈ ചങ്ങാതിയെ ഞാൻ എന്റെ ഖലീലായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നു. ലഖദ അദല്ലനി അൻ ദിക്രി ബഅദ ഇദ് ജാഅനി, എനിക്ക് വെളിവുണ്ടായതിനു ശേഷം എന്നെ വെളിവിൽ നിന്ന് വെളിവുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയത് ഇവനാണ്. അല്ലെ, അങ്ങനെയാണ്. ഇപ്പോ ഒരു ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഒന്ന് നിസ്കരിക്കാൻ തുടങ്ങിയായിരിക്കാം. ബാങ്ക് കൊടുക്കുമ്പോ പള്ളിയിലേക്ക് വരുമ്പോ എങ്ങനെ ജീവിച്ചോ നമുക്കറിയില്ലേ, എന്നിട്ട് നീ ഇപ്പം വലിയ നിസ്കരിച്ചിട്ട് ആളാവുമ്പോ എന്ന് പറഞ്ഞു ഓൻ അങ്ങോട്ട് താറടി. എന്നിട്ട് പഴയ കാല ഹിസ്റ്ററിക്ക് അങ്ങോട്ട് വലിച്ചിട്ടിട്ട് ഒരാകെ പിന്നെ ഒന്ന് നിസ്കരിക്കാൻ പോകാൻ തോന്നില്ല. ആ കോലത്തില് ഒരാക്കി വെക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കളുടെ ചുറ്റുപാടും ആരാണുള്ളത് എന്ന് ശ്രദ്ധിക്കണം. വലിയൊരു ബാധ്യതയാണ്. അവർക്ക് തിന്നാൻ കൊടുക്കലല്ല ഏറ്റവും വലിയ ബാധ്യത, നല്ല കുപ്പായിട്ട് കൊടുക്കലല്ല നല്ല ബാധ്യത. വലിയ ഫീസുള്ള സ്കൂളിൽ പഠിച്ചിട്ട് ആളുകൾ എന്റെ മോൻ ഇന്ന് സ്കൂളിലാണ്, എന്റെ മോൻ ഇന്ന് സ്കൂളിലാന്ന് പറയലല്ല ഏറ്റവും വലിയ ബാധ്യത. ഏറ്റവും വലിയ ബാധ്യത എന്താണ്? അവർക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ്. നല്ലൊരു പീർ ഗ്രൂപ്പ് ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബാധ്യത. ഇന്ന് രാവിലെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ച മെസ്സേജ്, ഇപ്പോ അഡ്മിഷന് വേണ്ടി രക്ഷിതാക്കൾ ഇങ്ങനെ പരക്കം പറഞ്ഞുകൊണ്ടിരിക്കും.
പ്രത്യേകിച്ച് പിന്നെ അന്യ സംസ്ഥാനങ്ങളിലേക്ക്, മംഗലാപുരത്തേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കും എല്ലാം രക്ഷിതാക്കൾ ഇങ്ങനെ അഡ്മിഷൻ വേണ്ടി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്ര പൈസ ആണെങ്കിലും ചിലപ്പോൾ ഒരു പ്രശ്നമില്ല, നല്ലൊരു ക്യാമ്പസിൽ കിട്ടിയാൽ മതി. പക്ഷെ ആ ക്യാമ്പസിനുള്ളിലും പുറത്തുമുള്ള സ്ഥിതിഗതികൾ എന്താണ്, അവിടെയുള്ള സാഹചര്യങ്ങൾ ആരും അതൊന്നും അവർക്കൊരു പ്രശ്നേ അല്ല. ഇപ്പോ പല ഈ മംഗലാപുരത്തൊക്കെ പല സ്ഥലങ്ങളിലും പബ്ബുകളിൽ ആണും പെണ്ണും അഴിഞ്ഞാടുന്ന വ്യഭിചാരവും പേക്കൂത്തുകളും നടക്കുന്ന പബ്ബുകളിൽ പെൺകുട്ടികൾക്ക് ഫ്രീ ആണ്. അവർക്ക് എത്ര വേണമെങ്കിലും അവിടെ നിന്ന് കള്ളു കുടിക്കാം, എത്ര വേണമെങ്കിലും അവിടെ നിന്ന് അഴിഞ്ഞാടാം, ഫ്രീ ആണ്. എന്താണ് കാരണം? അവരങ്ങോട്ട് എത്തിക്കിട്ടണം എന്നുള്ളതാണ്. അവസാനം പെൺകുട്ടികൾ എത്തിപ്പെടുന്നത് വലിയ സെക്സ് റാക്കറ്റുകളിലേക്കാണ്. ജീവിതത്തിൽ ഒരിക്കലും മോചനം നേടാനാവാത്ത വിധത്തിൽ അവരുടെ ആത്മീയവും ഭൗതികവുമായ ജീവിതം നശിച്ച് ഒന്നുമല്ലാത്ത അവസ്ഥയിലായി തീരാൻ. എന്നാലോ നാട്ടിലേക്ക് വരുമ്പോൾ ഈ പറയുന്ന കുട്ടികൾ തട്ടക്കെട്ട്, പർദ്ദക്കെട്ട്, നിക്കാബക്കെട്ട്, വീട്ടിലെത്തുമ്പോൾ ഖുർആനത്തോടെ ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പബ്ബിലാണ്, വെള്ളടിക്കാണ്, കള്ളുടിക്കാണ്, വ്യഭിചരിക്കാൻ പോവാണ്, വേശ്യാവൃത്തി നടത്താൻ. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികളാണ്. പക്ഷെ രക്ഷിതാക്കൾ ഇതിനെക്കുറിച്ചൊന്നും ബോധവാന്മാരല്ല, ബോധവതികളല്ല. അവർക്കിങ്ങനെ നമ്മുടെ മക്കൾ പഠിച്ച് ഇങ്ങനെ എന്താ പറയാ, 6 ശമ്പളവും 8 ശമ്പളവും 10 ശമ്പളമൊക്കെ ഇങ്ങനെ വാരിക്കൂട്ടുന്ന ഭയങ്കര സംഭവങ്ങളാവണം. എന്നാലോ ഇതൊക്കെ വാങ്ങിക്കൂട്ടാൻ തുടങ്ങി പറയുന്ന രക്ഷിതാക്കൾ ഏതെങ്കിലും വൃദ്ധസദനങ്ങളിലോ അല്ലെങ്കിൽ ആതുര സേവന കേന്ദ്രങ്ങളിലൊക്കെ ആയിരിക്കും. അതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ മക്കളെ ഇങ്ങനെ എത്തി കണ്ടാൽ മതി. പ്രിയപ്പെട്ടവരെ, മരിച്ച് നിങ്ങളുടെ ശരീരം മണ്ണോട് ചേരുമ്പോ ഈ പറയുന്ന മക്കൾ നേടിയെടുക്കുന്ന 6, 8, 10 ശമ്പളത്തിന്റെ ഒരു ഉപകാരവും നമ്മുടെ കബറുകളിലേക്ക് എത്തില്ല. പിന്നെ എന്താണ് നിങ്ങളുടെ കബറിലേക്ക് എത്തുക? നിങ്ങൾ ഓനെയോ നിസ്കരിക്കാനോ ദുആ ചെയ്യാനോ പഠിപ്പിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ കബറിലേക്ക് എത്തി. ശരിക്കും മനസ്സിലാക്കി വെച്ചോ. അത് നിങ്ങൾ നിങ്ങളുടെ മക്കളുടെ കൂട്ടുകാരാവണം. നിങ്ങളുടെ മക്കളുടെ ഖലീൽ ആരായി മാറണം? നിങ്ങളായി മാറണം. എല്ലാം നിങ്ങളോട് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് അവർക്ക് ഉണ്ടാവണം. ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല സുഹൃത്ത് അവന്റെ ഉമ്മയും ബാപ്പയും ആകുമ്പോ അവൻ ഏറ്റവും സേഫ് സോണിലാണ്, ഏറ്റവും സുരക്ഷിതമായ അവസ്ഥയിലാണ്. അല്ല, ഉമ്മാനോട് ബാപ്പാനോട് ഒന്നും പറയാൻ പറ്റൂല. ബാപ്പാനോട് പറഞ്ഞാൽ നെരിവട്ട പോലെ കടിച്ചു കയറും, ഉമ്മാനോട് പറഞ്ഞാൽ ആകെ പൊട്ടിത്തെറിക്കും, ഗ്യാസ് പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ മക്കൾ മോശമാവാൻ ഒരു പണിയില്ല. കാരണം നിങ്ങൾ കൊടുക്കേണ്ട ഈ സാന്ത്വനവും ഈ സാമീപ്യവും എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാനുള്ള ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഒരു ക്ലിക്കപ്പുറത്ത് അല്ലെങ്കിൽ 2 കീബോർഡുകളുടെ ടൈപ്പിങ്ങിനപ്പുറത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട്. ഒരു പ്രശ്നമില്ലാതെ എല്ലാം കിട്ടും. സോഷ്യൽ മീഡിയകളിലൂടെ, ഇതുപോലെയുള്ള പബ്ബുകളിലൂടെ, റാക്കറ്റുകളിലൂടെ അവരെ വലവിശ്വസിക്കാൻ ആളുകളുണ്ട്. ഈ പറയുന്ന ആളുകൾ അവസാന നരകത്തിൽ പതിക്കുമ്പോ ഇവരിങ്ങനെ തമ്മിൽ കണ്ടുമുട്ടും. അധിക യുവാക്കളെയും യുവതികളെയും കൗമാരക്കാരെയും ഇത്തരത്തിൽ വൃത്തികേടിലേക്ക് വലിച്ചുകൊണ്ടു പോകുന്നത് അവരുടെ കൂട്ടുകെട്ടാണ്, അവരുടെ ചങ്ങാതിമാരാണ്. ഈ ചങ്ങാതിമാര് നാളെ പരലോകത്ത് വെച്ച് പരസ്പരം കാണുമ്പോ അവര് പറയുകയാണ്, ഈ വൃത്തികെട്ടവനെ ഞാൻ എന്റെ കൂട്ടുകാരനായി സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ. ലഖദ് അദല്ലനി അൻ ദിക്രി ബഅദ ഇദ് ജാഅനി. എനിക്ക് നന്മ വന്നു കിട്ടിയതിനു ശേഷം, എനിക്ക് ബോധോദയം ഉണ്ടായതിനു ശേഷം എന്നെ ബോധക്കേടിലേക്ക് വലിച്ചു കൊണ്ടുപോയവൻ ഇവനാണ് അല്ലെങ്കിൽ ഇവളാണ് എന്ന് പരിതപിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ 4 സംഭാഷണങ്ങളിലും പെട്ടുപോകുന്ന ഒരു വിഭാഗത്തിലും നമ്മെ ആരെയും ഉൾപ്പെടുത്താതിരിക്കട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, 5 സംഭാഷണങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അതിൽ 4 പറഞ്ഞു, 1 പറയാൻ ബാക്കിയുണ്ട്.
അതെന്താണ്? നിങ്ങൾ മുമ്പും കേട്ടിട്ടുണ്ടാവും. സൂറത്ത് ഇബ്രാഹിമിന്റെ 22-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സംഭാഷണമാണ്. ആ സംഭാഷണം നടത്തുന്നത് മറ്റാരുമല്ല, സാക്ഷാൽ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ആരോടാണ് പറയുന്നത്? ഇബ്ലീസ് അവിടെ വെച്ചൊരു ഖുതുബ നടത്തും. ഒരു പ്രസംഗം. ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നാണ് അർത്ഥം. ഒരു പ്രസംഗം നടത്തും നരകത്തിൽ വെച്ച്. ആ പ്രസംഗത്തിന്റെ ആകെ തുക എന്താണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇബ്ലീസ് ഇങ്ങനെ എഴുന്നേൽക്കും. അപ്പോ കുറെ ആളുകളുടെ മുനപ്പഴിച്ചും ഇബ്ലീസിനെ ആ നരകത്തിൽ വെച്ച് കണ്ടുമുട്ടുമ്പോ നരകവാസികൾക്ക് ഉണ്ടാകുന്ന ദേഷ്യത്രയായിരിക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം അത്രയും വലിയ പരിതാപകരമായ അവസ്ഥയിലേക്ക് അവർ എത്തിത്തീരാൻ കാരണക്കാരനായ ശൈത്താൻ ഇങ്ങോട്ട് മുന്നിലിട്ട് കാണുമ്പോ അവനെ തല്ലാൻ തോന്നും, കൊല്ലാൻ തോന്നും, ഇടിക്കാൻ തോന്നും, തൊഴിക്കാൻ തോന്നും, എല്ലാം തോന്നും. പക്ഷെ ഒരു കാര്യമില്ല. അവിടെ വെച്ച് ഇബ്ലീസ് പറയുന്നതാണ്, കാര്യങ്ങൾ മുഴുവൻ തീരുമാനിക്കപ്പെട്ട് കഴിയുമ്പോ പിശാച് പറയാണ്, അല്ലാഹു നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പക്ഷെ ഞാനിതാ ആ വാഗ്ദാനം ലംഘിച്ചിരിക്കുന്നു. അല്ലാഹു അക്ബർ. പിശാച് പറയാണ്, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവുമില്ല. എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവുമില്ല. പരലോകത്ത് വെച്ച് ഖിയാമത്ത് നാൾ വരെ ജീവിക്കണം പഠിച്ചോനെ എനിക്കെന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ശരി, നീ ജീവിച്ചോ, പക്ഷേ ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ ഇല്ലാ മൻ തബഅക മിനൽ ഗാഫീൻ. എന്റെ അടിമകളിൽ നിനക്കൊരു അധികാരം ഉണ്ടാവില്ല. ഇല്ലാ മൻ തബഅക മിനൽ ഗാഫീൻ. അതിരുകവിഞ്ഞ് നിന്നെ പിൻപറ്റിയ താന്തോന്നികളിലല്ലാതെ നിനക്കൊരു അധികാരവും എന്റെ അടിമകളിൽ ഉണ്ടാവില്ല എന്ന് പഠിച്ചോൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പിശാചിന് നമ്മിൽ ഒരു അധികാരവുമില്ല. ഒരു കാര്യം എന്താണത്? പിശാചിനെ നമ്മളെ വിളിക്കാൻ കഴിയും. എവിടേക്ക് വിളിക്കാൻ കഴിയും? തിയേറ്ററുകളിലേക്ക് വിളിക്കാൻ കഴിയും, സംഗീതത്തിന്റെ ലോകത്തിലേക്ക് വിളിക്കാൻ കഴിയും, വ്യഭിചാരത്തിലേക്ക് വിളിക്കാൻ കഴിയും, പ്രണയത്തിലേക്ക് വിളിക്കാൻ കഴിയും, നമസ്കാരം ഒഴിവാക്കുന്നതിലേക്ക് വിളിക്കാൻ കഴിയും, വൃത്തികേടിലേക്കും ആഭാസങ്ങളിലേക്കും നമ്മൾ വിളിക്കാൻ കഴിയും പിശാചിന്. ആ വിളി നമ്മൾ കേൾക്കും. നമ്മുടെ കർണപുടങ്ങളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ തലച്ചോറുകളിൽ ആ വിളി ഇങ്ങനെ പ്രതിധ്വനിച്ചുകൊണ്ടേയിരിക്കും. പിശാച് പറയാണ്, ഞാൻ നിങ്ങളെ വിളിച്ചു, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട? എന്നെ കുറ്റപ്പെടുത്തണ്ട. എന്നെ തല്ലാൻ തോന്നുന്നുണ്ടോ? നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ തോന്നുന്നുണ്ടോ? കാര്യമില്ല, എന്നെ കുറ്റപ്പെടുത്തണ്ട. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. നിങ്ങളുടെ സ്വന്തത്തെ. പള്ളിയിലേക്ക് ജമാഅത്തിന് വരാതിരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ചില ന്യായങ്ങൾ പറഞ്ഞു തന്നു. ആ ന്യായങ്ങൾ നിങ്ങൾ അങ്ങോട്ട് സ്വീകരിച്ചു. ഖുർആൻ ഓതാനിരിക്കുമ്പോ ഞാൻ നിങ്ങൾക്ക് ചില ന്യായങ്ങൾ പറഞ്ഞു തന്നു. ആ ന്യായങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു. അനാവശ്യ വീഡിയോകൾ ഫോണിൽ കാണുമ്പോ ഞാൻ നിങ്ങൾക്ക് ചില ന്യായങ്ങൾ പറഞ്ഞു തന്നു. ആ ന്യായങ്ങൾ നിങ്ങൾ സ്വീകരിച്ചു. അതുകൊണ്ട് സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക. നിങ്ങളെ രക്ഷിക്കാൻ എനിക്കും കഴിയില്ല, എന്നെ രക്ഷിക്കാൻ നിങ്ങൾക്കും കഴിയില്ല. നിങ്ങൾ എന്നിൽ പങ്കുചേർത്തതിനെ, അല്ലാഹുവിന് പുറമെ എന്നെ നിങ്ങൾ വിളിച്ചതിനെ, ആരാധിച്ചതിനെ, അനുസരിച്ചതിനെ, പിൻപറ്റിയതിനെ ഞാനിതാ നിഷേധിക്കുന്നു. നിങ്ങളുടെ എല്ലാ കർമ്മങ്ങളിൽ നിന്നും ഞാനിതാ വിടുതൽ വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പിശാച് എന്ന് പറയുന്ന മഹാവഞ്ചകൻ തന്റെ വഞ്ചനയുടെ യഥാർത്ഥ മുഖം, ഭീകരമായ മുഖം ആ നരകത്തിൽ വെച്ച് ഇങ്ങനെ തുറന്ന് കാണിക്കുമ്പോഴല്ലോ, അവിടെ വെച്ചാണ് നരകവാസികൾ തിരിച്ചറിയുക എത്ര വലിയ ചതിയാണ് റബ്ബേ നിങ്ങൾക്ക് സംഭവിച്ചത്. ആ മഹാവഞ്ചകൻ അല്ലാഹുവിന്റെ കാര്യത്തിൽ നിങ്ങളെ വഞ്ചിച്ചു കളയാതിരിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ ആ വാക്കിന്റെ അർത്ഥവും ആഴവും അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാവുക. അതുകൊണ്ട് പിശാചിന്റെ ഖുതുബ കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവരുത്. ശൈത്താന്റെ പ്രസംഗം കേൾക്കേണ്ട ഗതികേട് നമുക്കുണ്ടാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നല്ല
നേതാക്കന്മാരെ പിൻപറ്റാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നന്മയുള്ള മുൻഗാമികളുടെ പിൻഗാമികളാവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. നേരായ അമ്പിയാക്കളുടെ പാത സ്വീകരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ നാഥ. നന്മയിലേക്കും ധർമ്മത്തിലേക്കും വെളിച്ചത്തിലേക്കും സത്യത്തിലേക്കും കൈപിടിച്ച് നയിക്കുന്ന കൂട്ടുകെട്ട് ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നീ നൽകണേ നാഥ. മഹാവഞ്ചകനായ പിശാചിന്റെ വഞ്ചനകളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ കാത്തുരക്ഷിക്കുകയും ചെയ്യണം നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. وصلى الله على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين.